ഞാൻ ഷെഫീന. GCTP 17th ബാച്ചിലായിരുന്നു. അൽഹംദുലില്ലാ. എവിടുന്നാ തൊടങ്ങാ, എങ്ങനാ തൊടങ്ങാന്നൊന്നും പറയാൻ എനിക്ക് കറക്റ്റ് എന്നാലും ഇൻഷാ അള്ളാ. ഞാന് ടീമിന്റെ കൂടെ എത്തിയിട്ട് ഓൾമോസ്റ്റ് 11 മന്ത്. GCTP കഴിഞ്ഞിട്ട് ഒക്ടോബർ 23rd ആയാല് 6 മന്ത്. കൂടുതലായിട്ടൊന്നുമില്ല. ഗൈഡഡ് ജേണിയിലേക്ക് ഞാന് വരുന്നതിന് മുൻപേ ആ GCക്ക് മുന്നേ ഗൈഡിന്റെ അടുത്ത് അല്ലെങ്കില് നമ്മളെ ടീമിന്റെ കൂടെ എത്തുന്നതിന് മുന്നേ ഉള്ള ഞാൻ എന്തായിരുന്നൂന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ശരിക്കും എൻ്റെ ഒരു ലൈഫ് പറഞ്ഞാല് ഞാൻ ശരിക്കും അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും എനിക്ക് ചെറുതിലേ ഇല്ല. ഞാൻ എപ്പളും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സ്നേഹം. അതായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതല് ചെറിയത് മുതല്. അതിന്റെ പേരൻസിന്റെ അടുത്തുന്നായിക്കോട്ടെ, ടീച്ചേഴ്സിന്റെ അടുത്തുന്നായിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ അടുത്തുന്നായിക്കോട്ടെ, എനിക്കൊരു പരിഗണനയും, ഒരു സ്നേഹവും വേണം. ഞാനത് നല്ലോണം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഷോർട്ടായിട്ടാണ് പറയുന്നത്. ബികോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞു. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അത്രത്തോളൊന്നും എത്തൂല. പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരു ആവറേജ് നല്ല രീതിയില്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ ആഗ്രഹിച്ച സ്നേഹം ഉണ്ടല്ലോ, അതെനിക്ക് അവിടുന്നും എനിക്ക് കിട്ടാതായി. ഏ അങ്ങനെ പിന്നെ ഞാന് ആരടുത്തും ഒരു പരാതിയോ, പ്രശ്നങ്ങളോ, പരിഭവങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. ഇതാണ് എന്റെ ലൈഫ് എന്നുള്ള രീതിയില് അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ പോകെ പോകെ എനിക്ക് എൻ്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് എനിക്ക് എൻ്റെ കയ്യിന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാന് ഒരു മനസ്സെനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എൻ്റെ ചുറ്റിലുള്ള എല്ലാ മനുഷ്യരെടുത്തും എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എനിക്ക് 2 ബ്രദേഴ്സാണ്. ബ്രദറിന്റെ ഒരു വൈഫ്, ഇവരെടുത്തൊക്കെ എനിക്ക് പക്ഷേ ബ്രദറിന്റെ വൈഫിന്റെ അടുത്തൊന്നും ഞാൻ ദേഷ്യം കാണിക്കൂലട്ടോ. ബാക്കി എല്ലാവരുടെ അടുത്തും ഞാൻ ദേഷ്യം കാണിക്കും. മക്കളുടെ അടുത്തൊക്കെ ഞാൻ വല്ലാണ്ട് ദേഷ്യം കാണിച്ചിട്ട് അവരൊക്കെ ഞാന് ഇങ്ങനാണ് എന്റെ മക്കളാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു രീതിയിൽ അവരെ ഞാൻ വേദനിപ്പിക്കും. ആരെടുത്ത് സംസാരിക്കൂല. ആര് വിളിച്ചാലും കോൾ അറ്റൻഡ് ചെയ്യൂല. ഇവര് വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നെ ഓക്കെ ആക്കാന്നുള്ളതായിരിക്കും. അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഞാന് എൻ്റെ ഒരു ദിവസങ്ങളെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും. മാസങ്ങളെന്ന് പറഞ്ഞാലും തെറ്റായിരിക്കും. വർഷങ്ങളെന്ന് പറയുന്നതായിരിക്കും ശരി. ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ ബാത്റൂമിലാണെങ്കില് മണിക്കൂറോളം കിടന്ന് അവിടെ ഇരിക്കും. ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചിരിക്കുക. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കൂല. ആ ഒരു അവസ്ഥ. ഉം ശരിക്കും എങ്ങനേലും ഒന്ന് മരിച്ചാല് സന്തോഷായിരുന്നു. ഒന്നും ചെയ്തിട്ടൊന്നല്ല ട്ടോ. എന്നിൽ നിന്ന് എൻ്റെ എല്ലാ ആരാധനകളും പോയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളോളം ഒന്നുമില്ല. നിസ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും എങ്ങനാണോ ഞാൻ ജീവിച്ചിരുന്നത് അതിന്റെ ഒരു ഓപ്പോസിറ്റായി. എല്ലാം നഷ്ടപ്പെട്ട് ഒരു മരിക്കാനാണെങ്കില് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിലേക്ക് എത്താൻ എനിക്ക് പേടി. എന്തെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തിന് എനിക്ക് എന്ത് പെയിൻ ഉണ്ടാവുമ്പളും ഞാൻ എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. അതിങ്ങനെ ചോര വരുന്ന രീതിയിലായിരിക്കും ചിലപ്പം. അല്ലെങ്കില് എങ്ങനെയെങ്കിലും ഞാന് വേദനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ബ്രദറിന്റെ വൈഫ് എൻ്റെ സെക്കൻഡ് ബേബിക്ക് 4 മന്ത് ആയപ്പോഴാണ് അവള് ഞങ്ങളെ ഫാമിലിയിലേക്ക് വരുന്നത്. അവള്ന്ന് വെച്ചാല് ശരിക്കും ഒരു ജം അങ്ങനെ വേണേ പറയാം. ഏഹ് എ എ ഒന്നിനും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്നെ നന്നായിട്ട് സഹിക്കണം. ആരെടുത്തും എനിക്ക് പരാതിയൊന്നുമില്ലെങ്കിലും എൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങള് റിഫ്ലക്റ്റ് ആവുന്നത് ദേഷ്യം കൊണ്ടും പിന്നെ വയലന്റ് ആയിട്ടൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് പറ്റണില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടാതാവുമ്പം എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു എൻ്റെ വീട്ടുകാര്, എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ ബ്രദറൊക്കെ സ്നേഹത്തോടെ അതൊന്നും എനിക്ക് വേണ്ട. അവരൊക്കെ എന്താ എന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കാ. ഒന്നും എനിക്ക് വേണ്ടാന്നുള്ള രീതിയിലായി. അങ്ങനെ ഞാന് വീടിനുള്ളിൽ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി തീർക്കാം. മക്കള് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം പേടിയാ അവർക്ക്. തിരിച്ച് വരുമ്പം ഞാൻ ഇണ്ടാവോ? അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും? അവരെന്റെ അടുത്ത് പറയും, "ഉമ്മ ഒന്നും ചെയ്യരുത് ട്ടോ." ആകെ 5 വയസ്സും 8 വയസ്സ് 7 വയസ്സൊക്കെയുള്ള 2 മക്കളാ. 2 ആൺകുട്ടികളാ. അപ്പൊ അവര് തിരിച്ച് വരും.
അവർക്ക് എന്തോ അവരെ ലൈഫ് അവരെ പഠിത്തവും കാര്യങ്ങളെല്ലാം ഇല്ലാതാവും. 1 വർഷം അവര് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല. അങ്ങനെ അവരും നശിക്കുക. ഇത് ഈ ബോധമൊന്നും എനിക്ക് അന്നില്ല. ഇന്ന് ഞാനത് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും, അന്ന് ഞാൻ അനുഭവിച്ചത് എനിക്കറിയൂല. നമ്മള് ഇങ്ങനെ ഇല്ലാതാവുന്ന ഒരു മൊമെന്റ് എന്നൊക്കെ പറയൂലേ? ശരിക്കും ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്ക. ഇവര് ഉമ്മന്റെടുത്ത് അല്ലെങ്കിൽ ഉപ്പാന്റെടുത്ത് കുഞ്ഞിപ്പാന്റെടുത്ത് പറയും അവർക്കൊക്കെ ഏഹ്, സ്നേഹം കാണിക്കുമ്പളും അല്ലെങ്കില് എ എത്ര ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ ഈ സ്നേഹം ഇങ്ങനെ പിടിച്ചു നിർത്തൂല. ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്താണെങ്കിൽ പൊട്ടിത്തെറിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ അവരെ ഹഗ് ചെയ്യും. അതിപ്പം ആരായാലും ഞാൻ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കില് എന്റെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, അങ്ങനെയാണ് ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിക്കുക. അങ്ങനെ ഒരു സമയം എത്തിയപ്പം ബ്രദറിന്റെ വൈഫ് എനിക്കിങ്ങനെ എന്റെടുത്ത് പറയും ഏഹ് അമ്മായി അങ്ങ് പോയി. ഇവിടെ അമ്മായിന്നാട്ടോ ഞാൻ ബ്രദറിന്റെ വൈഫിനെ വിളിക്കുക. സോറി. അപ്പോ അവളങ്ങ് ഖത്തറിലേക്ക് ബ്രദറിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അയച്ചു തരും. "നീ അതില് ജോയിൻ ചെയ്യ്. നീ ഇതില് ജോയിൻ ചെയ്യ്." അപ്പൊ ഞാൻ വിചാരിക്കും എന്തൊരു ഭ്രാന്താ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എനിക്കൊരു സമാധാനം തന്നൂടെ? ഈ മനസ്സിന്റെ ഇത് നിലതെറ്റി നിൽക്കുന്ന എന്നെ എന്തിനാ ഇങ്ങനെ ഇടങ്ങാറാക്കണേന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ നീ ഇങ്ങനെ GTയുടെ ലിങ്ക് അയച്ചു തരും. എന്തിനാ പടച്ചോനെ! അവളെങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ശപിക്കും. എനിക്ക് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാ. ഒരു ഇത്രയും തളർന്ന് നിൽക്കുന്ന ഒരാളെ ഫ്രീ ആക്കി വിടല്ലേ വേണ്ടത്. എന്തിന് പിന്നെയും പിന്നെയും ഇങ്ങനെ പുറകെ വന്ന് അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്ന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കാ. ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കേട്ടിരിക്കുമ്പം എനിക്ക് വീട്ടുകാരടുത്ത് അവരെന്നെ ഒരു കൗൺസിലിങ്ങിന്റെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയപ്പം അവര് കുറേ സിറ്റിങ്ങിന് വരണം. അതിനൊന്നും എനിക്ക് പറ്റൂല. അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോന്ന്. അവിടുന്ന് എന്റെ ബ്രദർ വന്നിട്ട് ഏഹ് ഷിറിൻ ഷഹാന മാമിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അവിടുന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോ ഷിറിൻ ഷഹാന മാമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന്. ഷിറിൻ ഷഹാന എനിക്ക് താല്പര്യമില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്ന്. എനിക്ക് അവരെടുത്തും ഷിറിൻ ഷഹാന മാമിന്റെ അടുത്തും എനിക്ക് ഭയങ്കര ദേഷ്യം. എനിക്ക് ബ്രദർ അതിന് വേണ്ടിയിട്ട് മാത്രം 2 ദിവസത്തേക്ക് വന്നതാ. എന്നെ ഒന്ന് ഓക്കെ ആക്കണം. മാമിന്റെ അടുത്ത് എത്തിയാ ഞാൻ ഓക്കെ ആവുംന്ന് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു ഹഗ്ഗിന് പോലും എനിക്ക് താല്പര്യല്ല. എനിക്ക് ആർക്കും അറിയുന്നില്ല ഞാനെന്താണ്. എനിക്ക് എന്റെ കയ്യിന്ന് പോയിട്ടുണ്ട്. അങ്ങനാണ് നാട്ടിൽ വന്ന സമയത്ത് എന്റെടുത്ത് പറഞ്ഞ്, ഇങ്ങനെ "നീ ഒന്ന് ജോയിൻ ചെയ്യ്. നീ മക്കളെ ഇങ്ങനെ തല്ലുന്നില്ലേ, അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നില്ലേ, അത് നിനക്ക് ഇല്ലാണ്ടാക്കിക്കൂടെ? നീ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്" പറഞ്ഞ് എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ് മക്കള് ഓക്കെ. അങ്ങനെയാണ് ഞാൻ ഹുസ്ന മാമിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് മമാസ് കിങ്ഡത്തിലേക്ക് ഞാൻ എത്തുന്നത്. അത് അവള് പേയ്മെന്റ് ചെയ്തിട്ട് എന്റെടുത്ത് പറഞ്ഞ്, "അവക്ക് വേണ്ടിയിട്ടാ ഞാൻ സത്യം പറഞ്ഞാ ജോയിൻ ചെയ്തേ. എനിക്ക് 1% പോലും അതില് എന്ത് ഹുസ്ന അവർക്കൊക്കെ ഭ്രാന്താ. ഇന്റെ കണ്ണില് അവർക്കൊക്കെ ഭ്രാന്താ." അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാനത് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കേൾക്കൂലട്ടോ. ഞാന് അതില് പൈസ കൊടുത്ത് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചതാണല്ലോ. അപ്പൊ അവളുടെ അടുത്തൊരു നീതി കാണിക്കണല്ലോന്ന് വെച്ചിട്ട് അതവിടെ ഓൺ ചെയ്തിടും. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് ഞാൻ കരയും. അങ്ങനെ ഒരു 2 മാസം അങ്ങനെ പോയി. 3ാമത്തെ മാസം എത്തിയപ്പോ ഞാനിത് ഇങ്ങനോ കേട്ടതാ. ഫോൺ അവിടെ വെച്ചപ്പം ഒരു സെൽഫ് ലവ് എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ കേട്ട്. ഞാൻ അന്നപ്പളാ വിചാരിക്കുന്നത്. അന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് വേറൊരാളെ സ്നേഹം. അതെനിക്കിങ്ങനെ നല്ലോണം കിട്ടണം. അപ്പഴാണ് ഞാൻ ഹാപ്പി ആവുന്നത്. ഞാനിങ്ങനെ സമാധാനിക്കുന്നത് എന്നൊക്കെ അന്ന് വരെ ഞാൻ പക്ഷേ ഇതൊന്നല്ലട്ടോ. ഞാൻ ചിന്തിച്ചതുപോലൊന്നും അല്ല. ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയ അന്നാ. ഇങ്ങനൊരു അല്ലാതെ ഞാന് അതില് പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്തിട്ട് എപ്പളെങ്കിലും സെഷനില് കേറും. അവര് പറയുന്ന ആ ഗ്രൂപ്പിലുള്ളവര് എന്നെ ഇങ്ങനെ വിളിക്കും. "എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യോ? അല്ലെങ്കില് ജേർണലും കാര്യങ്ങളൊക്കെ ചെയ്യോ?" അപ്പൊ ഞാൻ ഇന്റെ റബ്ബേ! ഇന്റെ പുറകെ എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ വരുന്നത്? ഇന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലായി. പക്ഷെ ഇവരെന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാ. അത് ചെയ്യ്ട്ടോ, ഫോർഗീവ്നെസ് ജേർണൽ ചെയ്യ്ട്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് അവരുടെ അടുത്തൊക്കെ ഇപ്പൊ എനിക്ക് ഞാൻ അത്രത്തോളം ഗ്രേറ്റ്ഫുള്ളാ. കാരണം എന്റെ കൂടെ ഞാൻ ഈ ജീവിതത്തിൽ കാണാത്ത മനുഷ്യന്മാര്. അവരെന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് "നീ അത് ചെയ്യ്ട്ടോ, ഇത് ചെയ്യ്ട്ടോ." ഞാന് ആർക്കൊക്കോ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതും. പക്ഷെ ഞാനെന്ന ആ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിന്ന് എനിക്ക് എന്തോ ഒരു സ്പാർക്ക് അവിടെ കിട്ടി. ഞാൻ പിന്നെ ചിരിക്കാനൊക്കെ തുടങ്ങി. ഗ്രൂപ്പിലുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഞാന് അതിലേക്ക് ഇങ്ങനെ
അതിലേക്ക് ഇങ്ങനെ ലയിക്കുന്നത് പോലായി. ഞാൻ അങ്ങനെ ഒരു മനുഷ്യരുടെ അടുത്ത് സംസാരിക്കുന്നത് എനിക്കിഷ്ടല്ല. എനിക്ക് എന്റേതായ സ്പേസിൽ കരയണം. ഒറ്റയ്ക്കിരുന്ന് കരയണം. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിൽ നിന്നൊക്കെ മാറി, അവരുടെ അടുത്ത് ഞാൻ ആ ബാച്ചിലുള്ള ആളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ അതെനിക്കൊരു ഇഷ്ടായിട്ട് തോന്നി. ഇതൊരു രസമുള്ള ലൈഫാണല്ലോ. ഇതൊരു നല്ലൊരു രസമുള്ള ലോകാണല്ലോ. കാരണം ഞാൻ കണ്ട ലോകം എന്ന് പറയുന്നത് കണ്ണീരും, വേദനയും. എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ വിചാരിക്കണ്ട എന്റെ ഫാമിലി അത്രയും എന്റെ ഉമ്മ, ഉപ്പ എന്ന് പറഞ്ഞാല് എത്രയോ വർഷമായിട്ട് കല്യാണം കഴിഞ്ഞാണെങ്കിലും ഇന്നും ഭയങ്കര സ്നേഹാ. അത്രത്തോളം സ്നേഹത്തില് ജീവിക്കുന്നവരാ. എന്റെ ബ്രദർ ആവട്ടെ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഒന്നുമില്ല. 2 ബ്രദേഴ്സും എന്റെ വൈഫ് ആയിക്കോട്ടെ, ഞങ്ങള് ഭയങ്കര സ്നേഹത്തോടാണെങ്കിലും ഞാനാണ് അതിൽ നിന്ന് എന്റെ ഉള്ളിലുള്ള റീസൺ കൊണ്ട് മാറി നിന്നത്. അവരെന്നെ ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ ഞാനായിരുന്നു പുറകോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് എന്റെടുത്ത് ഞാൻ പറഞ്ഞേ, അവിടുന്ന് ഞാൻ കേട്ട് ഹെയർ സ്റ്റോറീസ്. എനിക്ക് പുറത്തേക്ക് പോണം. പോണംന്ന് ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവിടുന്ന് ഇങ്ങനെ അട്ടഹസിച്ച് കരയണം. എന്നിട്ട് എന്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് അവിടെ തീർക്കണം എന്നുള്ളൊരു അങ്ങനെ ഞാന് എന്റെ ബ്രദറിന്റെ വൈഫിന്റെ അടുത്ത് ഹഫ്സത്തിന്റെ അടുത്ത് പറഞ്ഞേ. ഹഫ്സത്ത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഹഫ്സത്തിന്റെ അടുത്ത് പറഞ്ഞ്, "എനിക്ക് അവിടെ ഒന്ന് പോവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നീ പൊയ്ക്കോ." അങ്ങനെ ഞാന് എന്റെ അടുത്ത് പറഞ്ഞു, "ഞാൻ തന്നോളം പേയ്മെന്റ് നീ പൊയ്ക്കോ" പറഞ്ഞു. ഞാൻ പറഞ്ഞു, "എന്നാ ഞാൻ അഡ്വാൻസ് ചെയ്യട്ടെ." അതൊക്കെ ഞാനാട്ടോ ചെയ്യുന്നത്. ഒന്നും ചെയ്യാത്ത ഞാന് അങ്ങനെ ഞാനവിടെ ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവളെന്നെ സമ്മതിച്ച് ഞാൻ അവിടെ പേയ്മെന്റ് ചെയ്ത്. അന്നപ്പോ എന്റെടുത്ത് ചോദിച്ചേ, "നിനക്കില്ലേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാ നീ ചെയ്യോ?" ഞാൻ ചോദിച്ചു, "എന്താ?" "വേറെ കാര്യമൊന്നും പറയണ്ട. എനിക്ക് അതിനെന്നെ പോണം. കാരണം എനിക്ക് അവിടെ ഇങ്ങനെ കുറെ ആൾക്കാര് ഇങ്ങനെ സ്നേഹിക്കുന്ന്, കെട്ടിപ്പിടിക്കുന്ന് അതൊക്കെ കണ്ടപ്പോ എനിക്ക് അവിടെ എത്തണം. കാരണം നമ്മക്ക് എന്താ അവിടെ ആണ് നമ്മളൊരു ലോകംന്ന് ഞാൻ വിചാരിച്ച്." അന്നപ്പോ എന്റെടുത്ത് പറഞ്ഞ്, "നിനക്കില്ലേ നിനക്കിപ്പോ ഹയർ സ്റ്റോറീസിന് പോയാ അവിടെ മാത്രമേ പോകാനാ. പക്ഷെ ഞാൻ പറയുന്നൊരു സ്ഥലത്ത് നീ പോയാല് നിനക്ക് ഈ ലോകം മൊത്തം പോവാൻ പറ്റും. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന്." ഞാൻ അതെന്താപ്പ അങ്ങനൊരു ലോകം? അങ്ങനെ എനിക്ക് ജിസി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന്. ജിസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പളും ഞാൻ അത്രത്തോളം ഒന്നും വിശ്വസിച്ചില്ല. ഗൈഡിനെ പറ്റി ഞാൻ പറയാൻ മറന്ന്. ഗൈഡിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന സമയത്ത് ഞാൻ എന്റെ ഗൈഡിനെ കൊണ്ട് പറഞ്ഞത്, "ഏതാ ഈ ഭ്രാന്തൻ" എന്നായിരുന്നു. ഞാനതെന്റെ ഗൈഡിന്റെ അടുത്ത് തന്നെ ഫോർഗീവ്നെസ് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം എന്റെ അവസ്ഥ മോശായിരുന്നു. ഏതാണ് ഈ ഗൈഡ്? ഏതോ ഒരു ഭ്രാന്തൻ. എന്തിനാ ഇവരൊക്കെ ഗൈഡെന്നും പറഞ്ഞ് ഇങ്ങനെ പുറകെ പോകുന്നത്? എന്താവശ്യത്തിനായിരിക്കും? ഞാന് അവളിങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ നിറച്ച് വെക്കും. ഞാൻ എന്നിട്ട് അവളെ മ്യൂട്ട് അടിച്ചിടും. കാരണം എനിക്കത് കാണുന്നതേ താല്പര്യമില്ല. അങ്ങനത്തെ ഞാന് ജിസിയിലെത്തി. ജിസിയുടെ പേയ്മെന്റും അവളാണ് ചെയ്തത്. ജിസിയിലെത്തി. ജിസിയിലെത്തിയപ്പോ ഞാന് ഫസ്റ്റ് ഡേ തന്നെ ഞാന് ഇങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇൻട്രോആ. ഞാൻ ഭ്രാന്താന്ന് പറഞ്ഞ് ഗൈഡ് ഇങ്ങനെ ഇരിക്കാ. ഗൈഡ് ഇങ്ങനെ ഓരോ കാര്യങ്ങള് സംസാരിക്കുന്നുണ്ട്. ഞാനന്നും അങ്ങനെ അവിടെ എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെയും സംസാരിക്കുന്നൊന്നുമില്ല. ഞാനിങ്ങനെ മാറി നിക്കായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ജീവിച്ചതൊന്നല്ല ജീവിതം. ഞാൻ ചിന്തിച്ചതൊന്നല്ല ചിന്ത. ഇതല്ലാത്തൊരു ലോകണ്ട് ശരിക്കും. അത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ പോകെ ജിസിയുടെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ശരിക്കുണ്ടല്ലോ, ഏഹ് നമ്മളെ ഉള്ളില് ഇങ്ങനെ ഒരു വിത്ത് നമ്മള് പാകാന്ന് പറയൂലേ? ഞാനെന്ന പുനർജന്മം നമ്മളെ ഉള്ളില് ഉമ്മന്റെ വയറ്റില് റൂഹിനെ പിടിച്ചിട്ട് ഇടുന്നത് പോലെ എനിക്കൊരു പുനർജന്മം ശരിക്കും അവിടുന്നിങ്ങനെ അത് ഞാൻ ജിസി ടൂൾസ് കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാനതില് 6 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളെ ജിസി. അതില് ഞാൻ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ എനിക്കെന്നെ അറിയൂല എന്താ സംഭവിക്കുന്നത്. ഞാൻ മക്കളുടെ അടുത്ത് ചിരിക്കുന്ന്, എന്റെ ഉമ്മന്റെ അടുത്ത്, ഉപ്പന്റെ അടുത്ത് ഞാൻ ചിരിക്കുന്ന്, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന്, എന്റെ ബ്രദറിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന്, മക്കളെ ഞാൻ കെയർ ചെയ്യുന്നു. ഇതൊക്കെ 5 ദിവസം കൊണ്ട് എനിക്കുണ്ടായ ഞാൻ ഇതുവരെ ചിന്തിച്ചത് വെച്ചതിൽ നിന്ന് എന്റെ ചിന്ത മാറിയപ്പോ തന്നെ എനിക്കവിടെ മാറ്റങ്ങള് വന്നു തുടങ്ങി. ഞാൻ അവെയർ ആയപ്പോ തന്നെ എനിക്കവിടെ ഒരു അവർക്കാണ് മാറ്റങ്ങൾ ഫീൽ ചെയ്തത്. എനിക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്തതിനേക്കാൾ എന്റെ ഉമ്മ ഒക്കെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് സംസാരിക്കാൻ. എപ്പളും ബിസി ആക്കി കളയും, കട്ട് ചെയ്ത് കളയും. വിളിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയപ്പം അവര്
അവര് മനസ്സിലാക്കി. എന്തോ എനിക്ക് കിട്ടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അവർക്ക് ഈ ലോകത്തിൽ ഏറ്റവും അവരാഗ്രഹിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ബ്രദറൊക്കെ അത്രക്കും ആഗ്രഹിച്ചിരുന്നു. ഈ പറയുന്ന പോലെ ഇവിടെ വന്ന് സംസാരിക്കുന്ന ഒരു ട്രെയിനറായിട്ടൊന്നല്ല. ഒരു ചിരിക്കുന്ന, നല്ലോണം സമാധാനത്തോടെ ജീവിക്കുന്ന എന്നെയായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെ ജിസി ടൂൾസൊക്കെ ചെയ്യല് തുടങ്ങി. ടൂൾസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡിക്ഷൻ ആയിട്ടങ്ങ് മാറി. ഞാനതില് ഞാ ഞാനത് ഉപയോഗിക്കലായിരുന്നു. എന്നിലേക്ക് അതിലിങ്ങ് ലയിച്ചു ചേർന്ന്. അത് ഒരു ദിവസം ഇല്ലാതെ ശരിക്കും അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം എടുക്കുമ്പം ശരിക്കും നമ്മള് വിചാരിക്കും, നമ്മള് നമ്മളെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മള് ടൂൾസ് ചെയ്യാണ്. അതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ ചിന്തിച്ചൊരു കാര്യണ്ട്. നമ്മളെ ക്രിയേറ്റർ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പം എന്തിനും നമുക്ക് എന്താണോ കുറവുകള് നമ്മളായിട്ട് വാങ്ങി വെച്ച കുറവുകളും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന് ഒരു കയ്യില് നമ്മളെടുത്ത് തന്നിട്ടുണ്ട്. നിനക്കുള്ള ആ നിധിന്റെ ചാവി നിന്റെ ഒരു കയ്യിലുണ്ട്. അത് അത് കിട്ടാത്തത്, അത് അറിയാത്തതായിരുന്നു എന്നിലൊരു കുറവ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ഏത് മനുഷ്യർക്കും നമ്മളിപ്പം ഗിഡ് പറയുന്ന പോലെ ഒരു 2% ആളുകൾ മാത്രമേ ഓരോരുത്തർ എന്താണെന്ന് അറിയുന്നുള്ളൂ. അല്ലേ? നമ്മളെപ്പോഴും പഠിക്കുക മറ്റുള്ളവരെ കുറിച്ചും സ്കില്ലും നമ്മള് പഠിക്കുക. പക്ഷെ നമ്മൾ അറിയുമ്പോ ഞാൻ വിചാരിച്ച് ഇത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ നിസ്കരിക്കുന്നില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് റബ്ബിന്റെ അടുത്ത് ക്രിയേറ്ററിന്റെ അടുത്ത് ദേഷ്യായിരുന്നു. കാരണം എന്നെ വേദനിപ്പിക്കല്ലേ ഇങ്ങനെ. അത്രത്തോളം പഠിച്ച് മദ്രസയിൽ എല്ലാത്തിനും ടോപ്പായിരുന്ന അത്രത്തോളമുള്ള ഞാൻ ഈ നിസ്കാരം എന്റെ ലൈഫിന്ന് വിട്ടത് വർഷങ്ങളോളായിരുന്നു. അങ്ങനത്തെ ജിസി കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റവും അച്ചീവ് ചെയ്തെന്ന് ഞാൻ പറയും. ഞാൻ തിരിച്ച് എന്റെ പഴയ റൂട്ടിലേക്ക് തിരിച്ചെത്തി. ഞാൻ നിസ്കാരം കാര്യങ്ങളും തുടങ്ങി. അതായിരുന്നു എനിക്ക് ഏറ്റവും ഞാൻ എന്റെ വിഷ് ലിസ്റ്റിൽ ഫസ്റ്റ് ഡേ എഴുതിയത് എന്നിൽ നിന്ന് പോയ ആ നിസ്കാരം എനിക്ക് തിരിച്ചു വേണം. എനിക്കത് ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് തിരിച്ചു കിട്ടി. കുറേ വിഷ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടതല്ല എഴുതിയത്. ഞാനായി തീരേണ്ടതായിരുന്നു ഞാൻ അതിൽ എഴുതിയത്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാനായി തീരേണ്ടത് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അന്ന് ഞാൻ ഈ ജിസിടിപി എന്താണെന്നോ മെന്ററിങ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. എന്റെ ബ്രദറിന്റെ വൈഫ് ഏഡിയൻ ഡോഗ്സിലെ കോച്ചാണ്. അവള് കോച്ചാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സത്യം പറയുകയാണെങ്കില്. അങ്ങനാണ് അന്ന് ഞാൻ ഫസ്റ്റ് വിഷ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ എന്തായിരുന്നു എന്റെ ലൈഫിൽ അനുഭവിച്ചത്. അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാർക്ക് ഈ സങ്കടങ്ങളൊക്കെ മാറ്റാൻ എനിക്കും കഴിയണം. എന്നെ അവിടെ എത്തിക്കണേ. അതായിരുന്നു ഞാൻ എഴുതിയത്. പക്ഷെ ഞാനത് എഴുതിയത് എന്താന്നോ, ഇങ്ങനെ എനിക്ക് ആൾക്കാരെ പേടിയാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാരും എന്നെ നോക്കുക, ഏതോ ഒരു ഭ്രാന്തി പോകുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനത്തെ എനിക്ക് അർഹതയില്ല. അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പറ്റുമോന്ന് പോലും എനിക്കറിയില്ല. ആഗ്രഹിക്കാൻ പറ്റൂലെന്നല്ല, ഇങ്ങനൊന്നും ഉള്ളത് ഞാൻ അറിയൂല. ഞാൻ പഠിക്കണ സമയത്ത് ഞാനൊരു ടീച്ചർ ആവണം, ഒരു ലെക്ചർ ആവണം, ബികോം കഴിഞ്ഞ് എംകോം കഴിഞ്ഞ് ബിഎഡ് ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ബികോം പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ എന്റെ ബ്രദറിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതൊക്കെ മാറിയപ്പം എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ കോച്ചിങ് അവിടെ നമ്മളിങ്ങനെ ഗൈഡഡ് ജേർണി വന്ന് ഷെയർ ചെയ്യുന്നപ്പാണ് ഞാൻ ഇതിനെപ്പറ്റി പിന്നെ ഞാൻ ജിടി കാണല് തുടങ്ങി. അതിലിങ്ങനെ ഓരോരുത്തര് വന്ന് പറയുന്ന്. പിന്നെ നമ്മളെ ജിസിടിപിന്റെ ഓരോ കോട്ടും ഷൂട്ടൊക്കെ ഇട്ട ആളെ കാണുന്ന്. അപ്പഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ മെന്ററിങ് ഉണ്ട്, ജിസിടിപി ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ ബ്രദറിനടുത്ത്, എനിക്കില്ലേ എനിക്കും അങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ബ്രദറിന്റെ അടുത്തും വൈഫിന്റെ അടുത്താ പറഞ്ഞത്. എനിക്കും അങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹമുണ്ട്. എനിക്കൊക്കെ പറ്റോ? ഇത് ജിസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ. ജിസി ചെയ്യുമ്പം അന്ന് ഈ ആഗ്രഹങ്ങൾ പറയുമ്പളും ഞാൻ എന്നെ ഷേപ്പാക്കാന് എന്റെ ബോഡി, മൈൻഡ്, സോള് എല്ലാം ഷേപ്പാക്കാനുള്ള ആ ടൂൾസിൽ ഞാൻ ലയിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ആ വിഷ്വലൈസേഷനിലായിരുന്നു ജീവിക്കുക. ഞാനിങ്ങനെ അത് കണ്ടോണ്ടേയിരിക്കും. പിന്നെ ഞാന് കാണുന്നത് ഇങ്ങനെ വന്നിട്ട് സെഷൻ എടുക്കുന്നതും എന്റെ ജിസിക്ക് ശേഷം പിന്നെ ഞാൻ കാണുന്നത് അതാ. ആ ഒരു മൂവി കാണുന്നത് പോലെ ശരിക്കും ഞാനത് കണ്ടോണ്ടിരുന്നു. അങ്ങനെ ബ്രദറിന്റെ അടുത്ത് ചോദിച്ചപ്പം ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഗൈഡിന്റെ മെന്ററിങ് ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാം. കുറച്ച് സമയം എടുക്കാം. ഞാൻ പറഞ്ഞ് എനിക്ക് ഗൈഡിന്റെ മെന്ററിങ് അന്ന് എനിക്ക് അറിയൂല ഗൈഡിന്റെ മെന്ററിങ് എന്താ. എനിക്ക് മെന്റേഴ്സിന്റെ മെന്ററിങ് മതി. അങ്ങനെ മെന്റേഴ്സിന്റെ മെന്ററിങ് എടുത്ത് എനിക്ക് പേയ്മെന്റ്
കണ്ടന്റ് അവൻ തന്നെ അയച്ചു തന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്ത് ബിൻഷ മാമിന്റെ മെന്ററിംഗ് ആയിരുന്നു ഞാൻ എടുത്തത്. എനിക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ എന്നിലുള്ള എന്നെ ഞാൻ അറിയാൻ തുടങ്ങിയെന്ന്. പക്ഷേ എന്നിലുള്ള എന്നെ നഷ്ടപ്പെട്ടു പോയ എല്ലാ വൂണ്ടും ഏതൊക്കെ ഏരിയയിൽ എന്നെ നഴ്ച്ചർ ചെയ്യാൻ ഞാൻ മാമിന്റെ അടുത്ത് ഒരിക്കലും പോയി പറഞ്ഞിട്ടില്ല. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും. ചെറിയ ചെറിയ രീതിയിൽ ഞാൻ മാമിനെ ഒന്ന് ഇങ്ങനൊക്കെ ആയിരുന്നു. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒരു ഭ്രാന്തിനെ പോലെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മാം ഞാൻ വിചാരിക്കും എങ്ങനാ എന്റെ മനസ്സറിയുന്നത്? ഓരോ ദിവസം കൊണ്ടുവരുന്ന മാം എന്റെ മുന്നിലേക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ എന്താണോ എനിക്കെന്താണോ എന്നിൽ ഇനി വേണ്ടത് എന്നെ ഇങ്ങനെ ശരിക്കും നമ്മൾ പറയില്ലേ മൊയച്ചു നിൽക്കണ പാറ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ഒരു ഒരു ശില്പിയായിട്ട് മാറ്റും നമ്മൾ പറയൂലേ കല്ലിനെ നമ്മള് പാറ ഇങ്ങനെ ഒരു ഷേപ്പും ഇല്ലാത്ത കല്ലിനെ ഇങ്ങനെ നമ്മൾ കൊത്തിയെടുത്ത് മിനുക്കി കൊണ്ടുവന്നാല് അതൊരു ഷേപ്പുള്ള ശില്പിയായിട്ട് മാറും അല്ലെ? അതേപോലെ തന്നെ ആയിരുന്നു ബെൻഷൻ മാം ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ മെന്ററിംഗിൽ ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഒരു 5-6 ഡേയ്സ് കൊണ്ട് തന്നെ GCTP ഞാൻ എൻറോൾ ചെയ്ത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ ഫാമിലി എന്ന് പറയുന്നത് അത്രത്തോളം എനിക്ക് ഇത്രയും വലിയ എമൗണ്ട് തരാന് അവർക്ക് പറ്റൂല. സാഹചര്യങ്ങൾ കൊണ്ട് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എമൗണ്ട് അവർക്ക് തരാൻ കഴിയൂല. പക്ഷേ ഞാൻ പോലും അറിയാണ്ട് ഈ എമൗണ്ട് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാ. ഞാൻ ലൈഫിൽ ഒരു സൈഡിൽ ഒന്നും അല്ലാണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കണ ഫാമിലി. ഞാനിങ്ങനെ ഞാനിങ്ങനെ എന്താ ഇത് സംഭവിക്കുന്നത്? ഇങ്ങനൊക്കെ എനിക്കൊരു ലൈഫ് ഉണ്ടാവുമായിരുന്നോ? ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എമൗണ്ട് തന്ന് ഞാൻ എൻറോൾ ചെയ്ത് പിന്നെ ഓരോ സമയത്തും ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ സമയത്തും ഈ ബിൻഷ മാമിന്റെ ഈ മെന്ററിംഗ് എന്ന് പറയുന്നത് കുറേ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 75 ഓളം ടാസ്ക് ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്താ ഒരിക്കൽ പോലും മാം വന്നിട്ട് ഇത് ചെയ്തോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ എന്നെ തന്നെ അതിലങ്ങ് അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന എത്ര എഫേർട്ട് എടുക്കുന്ന ടാസ്ക് ആണെങ്കിലും ഒരു ദിവസം പോലും ഒരു ലാഗ് ഇല്ലാണ്ട് അത് അങ്ങനെ പോയി. അങ്ങനെ GCTP എത്തി. GCTP 17th ബാച്ചിൽ ഫുൾ പേയ്മെന്റ് ഒക്കെ ലാസ്റ്റ് ടൈം എത്തിയപ്പം പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 1 ലാഖിന്റെ മേലെ കൂടെ വേണം. നമ്മൾ എൻറോൾമെന്റിന് അവിടെ പ്രീ ട്രെയിനിങ്ങിന് മുന്നേ നമ്മൾ ഇന്റർവ്യൂവിന് മുന്നേ നമ്മൾ പേയ്മെന്റ് ഒക്കെ ഫുൾ സെറ്റിൽ ആവണം. പക്ഷേ ലാസ്റ്റിലത്തെ ഒരു 1 ലാഖിന് മേലെ അപ്പൊ ഞാൻ വിചാരിച്ചു പോയി കയ്യിൽ നിന്ന് പോയി. ഇനി എന്തായാലും നെക്സ്റ്റ് ബാച്ചിൽ കയറാം. ഇനി കഴിയൂലായിരിക്കും. അന്നപ്പം ബ്രദർ ഒന്നും പറയണില്ല. കാരണം അവന്റെ കയ്യിൽ ഉണ്ടാവൂലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ അന്ന് ബിൻഷ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ തരാന്ന് വിചാരിച്ചതാണ്. അത് എനിക്കെന്നെ തരണം. കാരണം ഞാൻ ജോലി ചെയ്ത ആ ഒരു നല്ലത് തന്നെ നിനക്ക് തരണം. ഇപ്പം കുഞ്ഞിപ്പോ എൻ്റെ ഉപ്പ എങ്ങാൻ തരാണെങ്കിൽ എവിടുന്നെങ്കിലും വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് മാറ്റിവെച്ച് അതൊന്നും വേണ്ട. എനിക്ക് ഞാൻ ജോലി ചെയ്ത തന്നെ അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള തന്നെ നിനക്ക് തരണം. അതെനിക്ക് അത്രയും നിർബന്ധാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നേക്കാളും ഡെഡിക്കേഷൻ അവർക്കാ. എന്നേക്കാൾ കൂടുതൽ അവരാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെങ്കിലും അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചില്ല. അത് ലേറ്റ് ആവും എനിക്ക് കിട്ടൂലാന്ന് വിചാരിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അതിന് അത്രത്തോളം നല്ലത് എനിക്ക് കിട്ടട്ടെ. അങ്ങനെ ഞാൻ അവിടെ എത്തി. GCTP എന്ന് പറയുന്നത് ശരിക്കും അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയൂല. കാരണം എന്റെ ലൈഫില് ഞാൻ ആഗ്രഹിക്കാത്ത മെന്റേഴ്സ് എന്ന് പറയുന്ന ഞാൻ പറയും ശരിക്കും ഞാൻ മാലാഖാന്നാ ഷെറി മാമിനൊക്കെ വിളിക്കുക. ഹൂറിമാരെന്നൊക്കെ പറയില്ലേ? ശരിക്കും എന്താ അവരിങ്ങനെ അവരെ കെയറ് അല്ലെങ്കിൽ ഗൈഡിന്റെ അടുത്ത് ഞാൻ ഭ്രാന്താന്ന് പറഞ്ഞ എന്റെ ഗൈഡ് എങ്ങനെ എന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അത് ശരിക്കും ഉണ്ടല്ലോ. ഞാൻ ഭ്രാന്ത് പിടിച്ച സമയത്ത് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ മാറിയപ്പം ആ ഗൈഡിലിരിക്കുന്നത് ഞാൻ മുന്നിലിരിക്കുന്ന എന്റെ ഗൈഡിനെ ഞാൻ എങ്ങനെയാണ് വാക്കുകൾ കൊണ്ടിട്ട് എനിക്കറിയൂല. ഹുസ്ന മാം പറഞ്ഞൊരു കാര്യണ്ട്. ഗൈഡിന്റെ കുട്ടിയാണ്ന്ന്. അത് ഞാൻ ഗൈഡിന് ഇപ്പൊ അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൈഡിന്റെ കുട്ടിയാണല്ലോ എന്നുള്ള അതെനിക്ക് പറയാൻ പറ്റൂല. ഇത്രത്തോളം എനിക്ക്
അത്രത്തോളം എനിക്കത് കാരണം ഒന്നും അല്ലാണ്ട് ഞാൻ ആരെക്കൊണ്ടാ പറഞ്ഞതെന്ന് പോലും ബോധമില്ലാണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. GCTP അങ്ങനെ എനിക്ക് നോയിങ്ങിൽ നിന്ന് ബീയിങ്ങിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. നോയിങ് എന്നുള്ളത് അതിൽ നിന്ന് മാറി ബീയിങ്ങിലേക്ക് ഞാനിങ്ങനെ എത്തായിരുന്നു. എനിക്കിങ്ങനെ ഇവോൾവിങ് ശരിക്കും ഇവോൾവിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മള് നമുക്ക് കൊടുത്ത കുറച്ച് സമയങ്ങളും, നമ്മള് നമുക്ക് കൊടുത്ത കുറച്ച് നമ്മളെ മനസ്സിന് വേണ്ടിയിട്ട് നമ്മള് കുറച്ച് ടൈമേ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും വർഷം ഒരു 31 ഇയറോളം നമ്മൾ ഉണ്ടായിട്ട് കുറച്ച് മാസങ്ങള് നമ്മള് നമുക്ക് കൊടുത്ത ഒരു സമയം. നമ്മള് പറയൂലേ പരിണമിക്കൽ അല്ലെങ്കിൽ ഇവോൾവിംഗ് എന്ന് പറയുന്ന അതിലേക്കൊരു നോട്ടം മാത്രമേ എത്തിയിട്ടുള്ളൂ. അന്നപ്പുള്ള റിഫ്ലക്ഷൻ ആണ് എൻ്റെ ഈ മെൻറ്ററിങ്ങും GCTP ഒക്കെ. ഞാനൊരിക്കലും എനിക്കൊരു ഇവോൾവിംഗ് ഫുള്ളി അല്ലെങ്കിൽ ഹാഫ് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതിലേക്കൊരു നോട്ടം നമ്മൾ പറയില്ലേ, ആ ഉള്ളിൻ്റെ ഉള്ളില് അടച്ചിട്ട ആ വെളിച്ചത്തിന് അടച്ചിട്ട ഡോർ ഉണ്ടല്ലോ, ആ ഡോറിലേക്ക് ആ ഡോറിന്റെ ലോക്കിലേക്ക് ഒരു നോട്ടം മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചാ മതി. ആ നോട്ടം മാത്രാണ് അതിലേക്ക് എത്തിയിട്ട് നമുക്ക് മുന്നിലുള്ള ലോകത്തില് ഇത്രത്തോളം സന്തോഷം, ഇത്രത്തോളം പർപ്പസ് നമുക്കിങ്ങനെ റിഫ്ലക്റ്റ് ആവുന്നുണ്ടെങ്കില് നമ്മൾ എത്രത്തോളം നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ നോക്കണം. ഞാൻ എപ്പളും ചിന്തിക്കുന്ന ഒരു കാര്യാ. ആ ഡോറ് തുറന്നിട്ടുണ്ടെന്ന് ഞാൻ പറയൂല. ആ ഡോറിൽ അതിന്റെ മിന്നാമിനുങ്ങിയ വെളിച്ചം എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയൂല. ആ ഡോറിലേക്കുള്ള എൻ്റെ ഒരു കണ്ണ് തുറന്ന നോട്ടം മാത്രാണ്. ഇവോൾവിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അല്ലേ? നമ്മളുള്ളിലുള്ള ആ ലോകംന്ന് പറയുന്നത് ഇപ്പം ഗൈഡ് എപ്പളും പറയുന്നൊരു കാര്യണ്ട്. നമ്മൾ എന്താണോ മുന്നിൽ സൃഷ്ടിക്കുന്നത് അത് നമ്മളെ ഉള്ളിലുള്ള ലോകംന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ആ ഉള്ളിലുള്ളത് സൃഷ്ടിക്കപ്പെടണെങ്കില് ആ നമ്മളെ നോട്ടം ഇപ്പം GCTP എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തുക, ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞതൊക്കെ നമ്മള് വെളിച്ചം എന്നുള്ള ആ ഒരു ഇതിലേക്ക് അവരെ എത്തിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം. ഇതൊക്കെ നമ്മള് വിചാരിക്കും. ഇതൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോ പല ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും അവിടേക്ക് എത്തുക. എനിക്കിങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ അവിടൊക്കെ നടക്കുന്നത് നമുക്കുണ്ടല്ലോ, നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എന്തിനാണ് വന്നത്? നമുക്കൊരു ക്ലാരിറ്റി, ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് വല്ലാത്ത അത് 4, 5 സ്പെല്ലിങ്ങിൽ അത് തീരും. പക്ഷേ ഈ ക്ലാരിറ്റി നമുക്ക് കിട്ടാന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇവോൾവിങ് ഇവോൾവിങ് അല്ലെങ്കിൽ ഈ പറയുന്നതിനപ്പുറത്ത് എനിക്ക് മനസ്സിലായത് ഈ ഇവോൾവിങ് നടക്കുന്ന ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? GCTP കഴിഞ്ഞതുകൊണ്ട് എല്ലാം ആയി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. പറയാൻ പറ്റോ? ഞാൻ സർട്ടിഫൈഡ് ആയതുകൊണ്ട് എനിക്ക് നാളെ വന്ന് സെഷൻ എടുക്കാം, അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഞാന് എന്തായി തീരണം? ഞാൻ എന്തായതിൽ നിന്ന് ഏത് അവസ്ഥയിൽ നിന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവർക്ക് സെഷൻ എടുക്കണം. അവർക്ക് എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്നിൽ ഇനിയും ഒരുപാട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും മാറ്റണ്ട്. എനിക്ക് മാറ്റമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. മാറ്റങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപാട്, ഒരുപാട് മാറ്റങ്ങള് ഇപ്പം ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. 11 മന്ത്സ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, ഈ യാത്ര ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ ഇങ്ങനെ നേർച്ചർ ചെയ്ത് ഓരോ സെഷൻ എടുക്കുന്നതും ഞാൻ എന്നെ നേർച്ചർ ചെയ്യലായിരുന്നു. GCTP അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈഡിന്റെ ഓരോ സെഷൻ കഴിയുമ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എടുക്കാൻ പറ്റാത്ത ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റി. അതായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഏഹ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്ത അത് ഞാൻ ഒരു ഡിസിഷൻ ഞാൻ എടുത്തു. അവിടുന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, GCക്ക് മുന്നേ ഞാൻ ഫുൾ ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം എപ്പോഴും ഉണ്ടാവും, അഡ്മിറ്റ് ആയിരിക്കും. GCക്ക് ശേഷം എനിക്ക് അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല. തലവേദന എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് പോയി. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലായിരിക്കും. എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് തളർത്തുന്ന രീതിയിലായിരിക്കും വരിക. അങ്ങനെ അതിൽ നിന്നൊക്കെ മാറി GCTP കഴിഞ്ഞ് വരുന്ന ഒരു തലേദിവസം ഞാനൊന്ന് അവിടെ വീണ് എനിക്ക് കാലൊന്ന് ചെറിയൊരു ഫ്രാക്ചർ ആയി. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അതിന് മുന്നേ ആണെങ്കിൽ ഞാൻ ആ സമയത്തിനെ കൊല്ലും. കാരണം എനിക്ക് അത്രക്കും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ GCTP നിന്ന്. പക്ഷേ നമ്മളെ സൃഷ്ടാവുണ്ടല്ലോ, അത് ഇത്ര ഭംഗിയായിട്ടാണ്
എൻ്റെ അടുത്ത് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. "നീ അവിടെ ഇരിക്കണം. ഇത് നിനക്ക് ഇരിക്കേണ്ട സമയാണ്. നീ വർക്ക് ചെയ്യേണ്ട സമയമല്ല. അല്ലെങ്കിൽ നിന്നിൽ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ കുറച്ചും കൂടെ" പക്ഷേ എന്താ അങ്ങനെ ഓരോ സമയത്തിനും എനിക്കിങ്ങനെ ഓരോ സമയം അത് GCTP കഴിഞ്ഞ് വന്ന സമയമാണെങ്കിലും ഗൈഡ് നമ്മളെ ഏൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്ത് തീർക്കാനുള്ള. ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും നന്നായിട്ട് സെഷൻ എടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഫസ്റ്റ് സെഷൻ തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഗൈഡ് പറഞ്ഞതുപോലെ തന്നെ സറണ്ടർ ആയിട്ട്, ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങളും സെഷൻ ആണെങ്കിലും ഞാൻ സ്കെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എൻ്റെ മക്കളാണെങ്കിലും അവരെ കാര്യങ്ങളിലൊക്കെ വലിയ ചേഞ്ച് വന്ന് എൻ്റെ ബ്രദറ് എൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ എവിടെയും വിടൂലായിരുന്നു. കല്യാണത്തിന് മുന്നേ ഇവര് പറയുന്നൊരു കാര്യം, കല്യാണം കഴിഞ്ഞാ ഹസ്ബൻഡ് കൂടെ പോവാ. അവിടെ പോവരുത്, ഇവിടെ പോവരുത്. പക്ഷെ ഇപ്പൊ ഞാന് എൻ ഞാൻ എടുത്തൊരു ഇന്റൻഷൻ ആയിരുന്നു റൂമി നൈറ്റ് എനിക്ക് ഞാൻ മിസ്സാക്കൂല. അത് ഓരോ മന്തും എനിക്ക് വേണം. അത് ഞാൻ എടുത്ത ഒരു ഇന്റൻഷൻ ആയിരുന്നു. അതുപോലും ഈ രാത്രി സമയത്ത് എന്റെടുത്ത് ചോദിക്ക പോലുമില്ല. "നിനക്ക് പോണ്ടേ? ഞാൻ അങ്ങോട്ട് പോണംന്ന് പറയുന്നത് മാറിയിട്ട് നിനക്ക് റൂമി നൈറ്റ്" എന്റെടുത്ത് "നിനക്ക് ദുബായി പോണോന്ന് വരെ ചോദിച്ച ആളാ. കാരണം റൂമി അത്രക്കും അവര് മാറി. അത്രക്കും അവര് മാറി എന്നത് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിലാ. നമ്മളെ എന്തിനും റെസ്ട്രിക്ഷൻസ് നമ്മളിങ്ങനെ പിടിച്ചു വെക്കൂലായിരുന്നോ? അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് ചേഞ്ച് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്ക. പിന്നെ ഇത് കഴിഞ്ഞ് ഇപ്പൊ ഞാനൊരു ഗൈഡന്നെ എനിക്കൊരു പ്രൊജക്റ്റിൽ ലോഞ്ച് ചെയ്ത് തന്ന് അൽഹംദുലില്ലാ. എന്നിൽ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായിട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങി വെച്ചതാണ്. അതുപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂലാന്ന് പറഞ്ഞ ഞാന് എന്തൊക്കൊക്കോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. ആ ഒരു ആവലായിട്ട് മാറി. ഞാൻ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ലയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ കൂടുതൽ എന്താ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ടാവും. കുറേ ഇങ്ങനെ ഫ്ലോയിൽ പറഞ്ഞ് എന്നെ ഇത്ര സമയവും കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് എൻ്റെ ഗൈഡിനും എൻ്റെ മെന്റേഴ്സ് എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ഫാമിലി തന്നെയാണ്. ഞാന് അവിടേക്ക് പോകുമ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അവിടേക്ക് പോകുമ്പോ എനിക്ക് എൻ്റെ തറവാട്ടിലേക്ക് പോകുന്നൊരു ഫീലാ. ഗൈഡിനെ കാണാം, മെന്റേഴ്സിനെ കാണാം. അപ്പൊ ഇതൊരു ജേർണി ആയിട്ട് നിങ്ങളാരും കണക്കാക്കണ്ട. കാരണം ഇതെന്റെ ജേർണിയുടെ ഒരു തുടക്കം മാത്ര. എനിക്കിനി ഒരുപാട് ദൂരം ടീമിന്റെ കൂടെ സഞ്ചരിക്കാനുണ്ട് ഇൻഷാ അള്ളാ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓവർ ടു ദ ഹോസ്റ്റ്.